മിസ്റ്റർ ജോർജ് ജോസഫ് തിരുവനന്തപുരം, മിസ്റ്റർ KT സൽമാൻ, മിസ്റ്റർ ഉമേഷ് പിഷാരടി. ഞാൻ നിങ്ങളുടെ ഒരു അധ്യാപകനായിരുന്നു, പക്ഷെ ഒരിക്കലും ഒരു ഗുരുശിഷ്യ ബന്ധമായിരുന്നില്ല നമ്മൾ തമ്മിൽ, അല്ലേ? ഒരു ദ്രവിച്ച ട്രാവൽ ഏജൻസി, ജുഗുപ്സാവഹമായ ഒരു ബാർബർ ഷോപ്പ്, ദുർഗന്ധപൂരിതമായ ഒരു പലചരക്ക് കട, ഇതെല്ലാം നടത്തി തീർന്നു പോകാനുള്ളതായിരുന്നില്ല നിങ്ങളുടെ ജീവിതം. ഞാൻ നിങ്ങളെ കൊണ്ട് ഓരോരോ ബിസിനസ് ചെയ്യിപ്പിച്ചത് എന്റെ നേട്ടത്തിന് വേണ്ടിയായിരുന്നില്ല. ഐ വാണ്ടഡ് യു ടു തിങ്ക് ബിഗ്. വലുതായിട്ട് ചിന്തിക്കാത്ത സമയത്ത് ചെറുതായിട്ട് കഞ്ഞിയെങ്കിലും കുടിച്ചുകൊണ്ടിരുന്നതാ. ഓ എന്റെ കുഞ്ഞമ്മയുടെ കഞ്ഞി. പണ്ട് ഇതുപോലൊരു ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണ് മാഷ് ഞങ്ങളെ കൊണ്ട് ഈ ഫാക്ടറി തുടങ്ങിപ്പിച്ചത്. ക്ഷണിക്കണ കണ്ടില്ലേ? പഴയ കാര്യങ്ങൾ പറഞ്ഞിനി സമയം കളയണ്ട. നമ്പ്യാർമാരുടെ 75 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാൻ മാഷ് കണ്ടേക്കുന്ന പ്രോജക്റ്റ് എന്നതാണ്. പറയാം. ഒരു നിശ്ചിത സ്ഥലത്ത് വെച്ചിട്ടുള്ള അച്ചടിച്ച മൂല്യങ്ങളുള്ള കടലാസ കഷ്ണങ്ങളുടെ സഞ്ചയത്തെ നമ്മുടെ ശാരീരികമായ പ്രാഗൽഭ്യം ഉപയോഗിച്ച് സ്ഥാനമാറ്റം വരുത്തി നമ്മുടെ ലക്ഷ്യത്തിനായി ഉപയോഗിക്കുന്നു. Got it? വീണ്ടും വട്ടായ. അച്ചടിച്ച മൂല്യങ്ങളുള്ള കടലാസിന്റെ സ്ഥാനമാറ്റം. മോഷണം. വല്ലവന്റെ കാശ് മോട്ടിക്കണ കാര്യമാണ് ഇയാൾ പറയുന്നത്. മോഷണോ? ശരിക്കും മോഷണമല്ല, ഒരു ബാങ്ക് കൊള്ള. വിട്. പറയുമ്പോ നമ്മൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസം ഇല്ലെങ്കിലും വെറും ഒരു ട്യൂട്ടോറിയൽ കോളേജിലാണ് ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ചെങ്കിലും മാഷാണ്. അതുകൊണ്ട് അടങ്ങ്. സെറ്റിൽ. പ്രിയപ്പെട്ട സാർ, എന്റെ വീടിന്റെ ആധാരമാണ് ഇതേ ഇങ്ങനെ തുരുമ്പിച്ച് കിടക്കുന്നത്. സാറിന്റെ മറ്റൊരു തിങ്കിങ് ബിഗ്. കാശ് ഒരുപാട് പോയെങ്കിലും കഴുത്തറ്റം കടമാണെങ്കിലും ഞങ്ങൾ ആരും ഇതുവരെ നിയമത്തിന് വിധേയമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല. ഇനി ചെയ്യാലോ? ഒരു ബാങ്ക് കൊള്ളയടിക്കാന്നൊക്കെ പറഞ്ഞത്. സ്റ്റുഡൻസ്, ഇതൊരു ബാങ്ക്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ, എന്നിട്ട് നിങ്ങൾ അട്ടസിച്ചോളൂ. ലിസൺ, ഇതൊരു വമ്പൻ ബാങ്ക് ഒന്നുമല്ല. നിങ്ങൾ കാശ് കൊടുക്കാനുള്ള കൊള്ളപ്പലിശക്കാരായ നമ്പ്യാർമാരുടെ ഫിനാൻസ് സ്ഥാപനം തന്നെയാണ് കൊള്ളയടിക്കുന്നത്. അതൊരു കൊച്ചു ഫിനാൻസ് കമ്പനി ആയതുകൊണ്ട് 4 or 5 സ്റ്റാഫേ ഉള്ളൂ. പേരിന് പോലും ഒരു സെക്യൂരിറ്റി ഇല്ല. ഒരു സാധാരണ കെട്ടിടം. പിന്നെ കള്ളപ്പണക്കാര് ധാരാളം കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ നമ്പ്യാർമാർ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനും സാധ്യതയില്ല. അത്തരം ഒരു ഫ്രോഡ് സ്ഥാപനം കൊള്ള ചെയ്യുന്നതിലൂടെ നമ്മൾ സാമൂഹിക സേവനം കൂടിയാണ് ചെയ്യുന്നത്. മാത്രമല്ല, കൊള്ള ചെയ്യുന്ന കാശ് അടുത്ത ദിവസം തന്നെ നമ്പ്യാർമാർക്ക് തിരിച്ചു കൊടുക്കുന്നതുകൊണ്ട് ആത്യന്തികമായി നമ്മൾ കൊള്ള ചെയ്യുന്നുമില്ല. അല്ലടേ, അല്ല മാഷെ, അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ കൊള്ളയടിക്കുന്നുമില്ല, എന്നാൽ നമ്മുടെ കടവും തീരുന്നു അല്ലേ? എക്സാക്ട്ലി. അളിയ, നമ്മള് മാഷിനെ വെറുതെ തെറ്റിദ്ധരിച്ചു കേട്ടോ. സത്യം. നമ്മൾ ജയിലിടിഞ്ഞാലും വെളി വരാത്ത ഐഡിയ ആണ് ഈ തോലം പറഞ്ഞോണ്ട് വരുന്നത്. നമ്പ്യാരന്മാര് നമ്മുടെ സ്വത്തെല്ലാം ജപ്തി ചെയ്തിട്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ ഗതി കിട്ടാതെ അലയുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ജീവപര്യന്തം ജയിലിൽ കിടക്കുന്നത്? ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും എന്നെ നോക്കണ്ട, ഞാനില്ല. മാഷെ, ഈ ബാങ്ക് കൊള്ളയടിക്കാൻ ചില അത്യന്താധുനിക സജ്ജീകരണങ്ങളൊക്കെ വേണ്ടേ? ഒന്നും വേണ്ട, ഒരൊറ്റ കാര്യം മാത്രം മതി. എന്താ അത്? ഭയം മാറിയ ഒരു മനസ്സ്. അതിനിപ്പോ എവിടെ പോവാൻ? ഇവന്റെ കാണോ? നമ്പേട്ടാ, 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 എന്തോ നടക്കുന്നത് കീർന്ന നമ്പി അനിയ. കുബേര വരുന്നു, കുബേര വരുന്നു. കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും. എവിടെ എവിടെ? കാക്ക വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞില്ലടി, ഡെപ്പോസിറ്റ് ചെയ്യാൻ വിരുന്നുകാർ വരുമെന്ന്. കുബേര നിയമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. പലിശക്കാരെ ഒക്കെ പൊക്കുന്നു. സൂക്ഷിക്കണം, ഏത് സമയവും നമ്മളെയും പിടിക്കും ചേട്ടാ. നമ്പേട്ടാ, ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. വേഗം സിറ്റി ഹോസ്പിറ്റലിൽ പോവാം. നമ്പേട്ടാ, അവിടെ പോണ്ട. അവന്മാര് നമ്മളെക്കാളും കഴുത്തറപ്പന്മാരാ. ഇത് പിന്നെയും താങ്ങാം, അവന്മാരെ ബില്ല് താങ്ങാൻ പറ്റൂല. നീ പോയി അമൃതാഞ്ചി എടുത്തോണ്ട് വാ. ഡോക്ടറെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം നമ്പേട്ടാ. എനിക്കൊന്നും ഇല്ലടാ. ഇതുവരെ എത്തി, ഇത്രയൊക്കെ നേടി. അതിനിടയിലാണ് അവന്റെ അപ്പൂപ്പന്റെ ഒരു കുബേര. നീ ഇപ്പൊ തന്നെ എല്ലാ ബ്രാഞ്ചിലും വിളിച്ചറിയിക്കുക. നമ്മൾ പുറത്തിറക്കിയിരിക്കുന്ന കാശ് എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ വിളിക്കേ.
എടാ ജോയും ടീമും കാശ് തരാന്ന് പറഞ്ഞ അവസാന അവധി നാളെയല്ലേ? അതെ തന്നില്ലെങ്കിൽ അവന്മാരും പിടിക്കണം നമ്പ്യാ. ആ ഭദ്ര ഓ ജബ്ബാറേ മുതലാളി ഉറക്കം എണീറ്റോ? നാളെ എല്ലാവരും കൂടെ ഉണ്ടാവണം. ചാപ്പാട് ഓടിച്ച് കിടന്ന് ഉറങ്ങിക്കളയരുത്. ഇല്ലേ ആ ജോയും കൂട്ടരെയും ചിലപ്പോ ഗോഡൌണിൽ എത്തിക്കേണ്ടി വരും. ആ ശരി മുതലാളി. ഫിക്സ്. നീ വന്നേ. ആ ബാങ്ക് വരെ ഒന്ന് പോയിട്ട് വരാം. വാ. എടാ ജോ, ഞാൻ പറയുന്നത് കേൾക്ക്. പറയുന്നേക്ക് നീ അവിടെ ഒന്ന് ജോ. നിന്നെ. വിട്. എടാ മരണം വരെ സത്യസന്ധനായി ജീവിച്ച ഒരു പോലീസ് ഓഫീസറുടെ മകനാണ് ഞാൻ. അതുകൊണ്ട് കടപ്പെട്ട് നിൽക്കുകയാണെന്ന് കരുതി കണ്ടവന്റെ സ്വത്തടിച്ചു മാറ്റാനൊന്നും എന്നെ കിട്ടത്തില്ല. എടാ നമ്മുടെ കടം തീർക്കാൻ ഇതിനേക്കാളും നല്ല ബെറ്റർ ഐഡിയ വല്ല നിന്റെ ഉണ്ടോ? ഇല്ലല്ല, പിന്നെ നീ കൂടുതൽ ഷോ കാണിക്കല്ലേ ജോ. എന്റെ ഭാഷ ഇത് പിടിക്കപ്പെട്ട ഹലോ? ക്രിമിനൽ ഒഫൻസ് ആണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് നമുക്ക് അയ്യോ ആണോ? എന്നാടാ തീരൂടാ. നമ്മളെല്ലാവരും നാളെ വൈകുന്നേരത്തോടു കൂടി തീരും. നീ കാര്യം തെളിച്ച് പറ. എടാ നമ്പ്യാരന്മാരും ഒരു ലോഡ് ഗുണ്ടകളുമായിട്ട് നമ്മളെ പൊക്കാൻ ഇറങ്ങിയിട്ടുണ്ടെന്ന്. നിന്റെ അടുത്ത് ആര് പറഞ്ഞു? ചക്കര. ആര്? ചക്കരേ? ഒന്നുമില്ല. ഈ ചക്കരയെന്ന് ലോകത്തിലെ രണ്ട് വസ്തുക്കളെ വിശേഷിപ്പിക്കാറുള്ളൂ. ഒന്ന് ഭക്ഷിക്കുന്ന ശർക്കരയെ, രണ്ട് പ്രേമിക്കുന്ന പെണ്ണിനെ. ആദ്യത്തെ ചക്കര എൻ്റെ അറിവില് മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാറില്ല. ആരുടെ? രണ്ടാമത്തെ ചക്കര തന്നെ മൂത്ത നമ്പ്യാരുടെ ഭാര്യ രാധിക. അയ്യേ, ഇതിലെനിക്ക് പങ്കില്ല. ഇതൊക്കെ എപ്പോഴേ? നമ്മൾ വാങ്ങിച്ച കാശിന്റെ ആദ്യത്തെ പലിശ കൊടുക്കാൻ ചെന്നപ്പോഴാ ഞാൻ ആ മുതലിനെ പരിചയപ്പെടുന്നത്. പിന്നെ പലിശ കൊടുക്കാൻ അവളല്ലേ കാശ് തന്നോണ്ടിരുന്നത്. ഞാൻ നമ്പ്യാർമാർക്ക് കൊടുക്കും, അവളത് വാങ്ങി ബാക്കി കൂടെ എനിക്ക് തരും. ഇത് ഇടയ്ക്കിതൊക്കെ ഇപ്പൊ അവന്മാര് മുതല് തിരിച്ചു ചോദിച്ചപ്പോഴല്ലേ കുടുങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ കൊടുത്തും വാങ്ങിച്ചും മിണ്ടാതെ കൊണ്ടുപോകാനാ. ജോ, ഇനി ഒരു ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്ത്. കൊള്ളയടിക്കാളിയാ. ദേവമോളെ, ആ പപ്പേട്ട പുതിയ കോളെന്തെങ്കിലും ഉണ്ടോ? വെഞ്ചാപ്പൂരിക്ക് ഒരു ഓട്ടം വന്നിട്ടുണ്ട്. 3 ലേഡീസാ, ഒരാഴ്ചത്തെ ട്രിപ്പാ. പറ്റൂ? പറ്റുമോന്നോ? ആരാ പാർട്ടീസ്? ഊട്ടിയിൽ ഏതോ കോളേജിൽ നിന്ന് ഡോക്യുമെന്റ് എടുക്കാൻ വന്ന പിള്ളേരാ. നാളെ രാവിലെ 9 മണിക്ക് ബെഞ്ചാപ്പൂരിക്ക് പോകണം, ലാമ കോളനിയിൽ. ഓക്കെ? പപ്പേട്ടൻ എനിക്ക് ഗുണം വരുന്നതേ ചെയ്യുള്ളൂ എന്നറിയാം. എന്നാലും കാശിന്റെ കാര്യത്തിൽ എങ്ങനെയാ? നീറ്റ് സെറ്റപ്പ് ആണല്ലോ അല്ലേ? ആ പിന്നെ നല്ല കാശുകാരാ. ഒരാൾ MBA അനന്തരവളാ. റിസോർട്ട് ഞങ്ങളോട് ഒന്നിനും ബാർഗൈൻ ചെയ്തിട്ടില്ലെന്നേ. ആണോ? ഈശ്വരാ, എന്നോട് ബാർഗെയിൻ ചെയ്യല്ലേ. 100 കൂട്ടം ആവശ്യങ്ങളുള്ളതാ. അപ്പൊ കൃത്യം 9 മണിക്ക് റിസോർട്ടിന്റെ നടയില് ദേവ് റെഡി.